നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം കേരളത്തെ കിടുകിട വിറപ്പിച്ച രണ്ട് ഗുണ്ടകളാണ്, ഗോപൻ ഗുണ്ടയും തോട്ടത്തിൽ തൊമ്മിയും. പരിചയപ്പെടാം, ഷാജി മാവേലിക്കര ആൻഡ് വിനോദ് കുറിയന്നൂർ. നമസ്കാരമുണ്ട്. എങ്ങനെ പോകുന്നു ഗുണ്ടാ പ്രവർത്തനമൊക്കെ? കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. കണ്ടാൽ ഗുണ്ടയാന്ന് പുള്ളിയല്ലേ തോന്നുന്നു. കണ്ട വിനോദ് ഭായി എനിക്ക് ഒരു ഗുണ്ടനെ പോലെ തോന്നുന്നത്. ഈ തണലിൽ ഞാനങ്ങ് ജീവിക്കുക, തണലിലങ്ങ് ജീവിക്കുകയാണ്. ഓക്കെ, നമ്മുടെ മിമിക്രിയിൽ കൂടുതലും വാക്കുകൾ കൊണ്ട് കോമഡി, ഒരു വാക്കി കയറി പിടിക്കുക, അതൊരു പ്രാവശ്യം ഒന്ന് അവതരിപ്പിക്കാമോ? നോക്കട്ടെ. ആരാ അത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടയല്ല, ഗോപൻ ഗുണ്ട. ഞാൻ തോട്ടത്തിൽ തൊമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്ത് മുള്ളുവോ അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്തിനാ വന്നേ? ആട്ടോ എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നു? എന്നെ കൊണ്ട് വന്നതെന്ന്. അടിപൊളി. ഒരുപാട് പേര് ആ പ്രോഗ്രാം കണ്ടു അല്ലേ? ഏറ്റവും വൈറലായ ഒരു സ്കിറ്റായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോഴും ആൾക്കാർ ഗോപം കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ് തോട്ടത്തിൽ തൊമ്മി ഗോപം കൊണ്ടേയും കൂടെ പോകുന്നെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകൾ അതുപോലെ വാക്കുകൾ കൊണ്ട് തമാശ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അത് ഇങ്ങനെ ഇച്ചിരി കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെ അതെ. എന്ത് പറ്റി അങ്ങനെ മാറ്റാൻ കാരണം? അത് ഈ നമ്മുടെ ഒരേ പാറ്റേൺ ആയി പോകുന്നത് ഞങ്ങൾക്ക് തന്നെ തോന്നി. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ടുള്ളത് മാറ്റിയിട്ട് വേറെ രീതിയിൽ ഞങ്ങളുടെ സ്കിറ്റുകൾ സാധാരണ പോകുന്നത് റോക്കറ്റ് വിട്ടു കേട്ടോ, പടപടപട സ്കിറ്റ്. ഫാസ്റ്റാണ് നിങ്ങളുടെ സ്കിറ്റ്, ഭയങ്കര നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന. വേറൊരു കഴിഞ്ഞ സ്കിറ്റൊക്കെ അങ്ങനെ ഇപ്പം വന്നിരിക്കുന്നത്. പ്ലേ ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയ സാധനം. ഈ ഗുണ്ടയുടെ സ്കിറ്റ് എഴുതാനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, ഗുണ്ട സ്കിറ്റ് നമുക്ക് അതിൻ്റെ ഇതെല്ലാം കൊണ്ടുവന്നത്, കണ്ടന്റ് കൊണ്ടുവന്നത് വിഷ്ണു എന്ന് പറയുന്നത്, വിഷ്ണു ഗോപാൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂമറാണ്. അതെ അതെ. അല്ല, അതിൻ്റെ പുറകിൽ വേറൊരു കഥയുണ്ടായിരുന്നു. വിഷ്ണു ഈ നമ്മുടെ ഇവിടെ ഗ്രൂമറായിട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, അത് മറ്റൊരാൾക്ക് കൊടുത്തുപോയി, അതുകൊണ്ട് അതെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വേറെ പുതിയ ആൾക്കാർക്ക്. നമ്മൾ വേറൊരു സ്കിറ്റ് അതിൻ്റെ ത്രെഡ് മേടിച്ച് നമ്മളത് കളിക്കുകയും ചെയ്തു. കളിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു അത് കൊള്ളത്തില്ല. ഈ കൊടുത്ത ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്കിറ്റ് കൊള്ളില്ല, അവിടെ കളിക്കാൻ കൊള്ളത്തില്ല, നിങ്ങൾ അഴുക്ക് സാധനം അതെന്ന്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പറഞ്ഞു. ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ വിഷ്ണുവിൻ്റെ ഒരു സ്കിറ്റ് വാങ്ങിയിരുന്നു. അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോട്ടെ. ഞങ്ങളിങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, നോക്കട്ടെ, നിങ്ങൾക്ക് എന്തോന്നാ? ഞാൻ പറഞ്ഞു ബമ്പർ ചിരിയിൽ തന്നെ കളിക്കാൻ ചെറിയൊരു പ്രോഗ്രാമായിട്ട് പുതിയ ആൾക്കാരാണോ? ഞാൻ കുറച്ച് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു നിങ്ങൾക്കാണോ? ഞാൻ അപ്പം വിഷ്ണു ഇവിടെ ഗ്രൂമറായിട്ട് വന്നിട്ടുമില്ല. പക്ഷെ ദൈവാധീനത്തിന് നമ്മൾ പറഞ്ഞു വിഷ്ണു വന്നിട്ട് ഇത് കളിക്കുന്നു പറഞ്ഞു മാറ്റി വെച്ചിരിക്കുക. ദൈവാധീനത്തിന് ഈ ഗ്രൂമറായിട്ട് ഇവിടെ വരികയും നമ്മളോട് കൂടുകയും ഈ സ്കിറ്റ് ഗോൾഡൻ ബമ്പറിലേക്ക് പോവുകയും ചെയ്തു. ഭയങ്കര വൈറലായിട്ടാണ്. കാരണം ഒരു സ്കിറ്റ് കൊള്ളൂല്ല എന്ന് പറഞ്ഞ സാധനം. അല്ല, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടേണ്ട വിധി അങ്ങനെയാണ്. തീർച്ചയായിട്ടും അത് ചില സ്കിറ്റുകൾ അങ്ങനെയാണ്, നമുക്ക് ഒത്തു കിട്ടും അല്ലേ? ഷാജിന് എത്ര വർഷമായി മിമിക്രി ഫീൽഡിൽ? 30 വർഷം. 30 വർഷം. ആദ്യമൊക്കെ ഏത് ട്രൂപ്പിലായിരുന്നു? ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയതാ, താൽക്കാലിക കോളേജ് പഠിക്കാൻ പോയത്. അവിടെ നിന്ന് താൽക്കാലിക ചെലവിന് വേണ്ടി ഞങ്ങളൊരു കോളേജ് പഠിക്കുന്ന പിള്ളേരുടെ മാട്ട മിമിക്സ് ട്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഹൈ മിമിക്സ് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ പോയി. അപ്പോൾ ഹൈ മിമിക്സിൽ ജിമ്മി കിടങ്ങറ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, മക്കു മൈനാഗപ്പള്ളി, ചവറ മണിക്കുട്ടൻ, ഊരാക്കുടുക്ക് ചെയ്തുകൊണ്ടിരുന്ന രഞ്ജിത്ത്, അങ്ങനെ ഞങ്ങളൊരു ബാച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഇങ്ങനെ താൽക്കാലിക ചിലവിന് വേണ്ടി തുടങ്ങിയത്. അത് പിന്നെ കുറച്ച് പൈസ കിട്ടാൻ തുടങ്ങിയപ്പം അതങ്ങ് ഹരമായി. പിന്നെ കോളേജ് കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യമില്ലല്ലോ, പൈസ കിടക്കില്ലേ. അപ്പം അങ്ങനെ ഓടി നടന്ന് തിയേറ്ററുകളൊക്കെ തുറന്ന് സിനിമയൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം പന്തളം ബാലൻ ഒരു സമിതി തുടങ്ങി, ഹാസ്യ എന്ന് പറയുന്നത്. ആ ഹാസ്യയിൽ ഞങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് അത് തുടങ്ങിയത് അയാൾ. കാരണം ബാക്കി മാർഗങ്ങളൊന്നും ഇല്ലാതെ അലയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഹാസ്യയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉല്ലാസ് പന്തളം, നെൽസൺ ശൂരനാട്, പിന്നെ നമ്മുടെ രാജാ സാഹിബാണ് മിക്കവാറും ആൾക്കാരെ കൊണ്ട് ഫിഗർ ചെയ്യിപ്പിച്ചേക്ക്, വഴക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് രാജാ സാഹിബ്. പിന്നെ അയലം മോളി എന്ന് പറയുന്ന ഒരാൾ, സുശീലൻ വർക്കല, ചവറ മണിക്കുട്ടൻ, ഞാൻ. ഓക്കെ, നല്ല ടീമായിരുന്നല്ലോ, അടിപൊളി ടീമായിരുന്നു. ശരിക്കും പ്രോഗ്രാം ചെയ്തായിരുന്നു. രാജാ സാഹിബ് മറ്റേ ഫിഗറിൻ്റെ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പുള്ളിയൊക്കെ. അങ്ങനെ ഷാജാറിനെയും ഫിഗർ ചെയ്യിപ്പിച്ചല്ലോ. അതെ, എന്നെ കൊണ്ട് പ്രേംകുമാറിൻ്റെ ഫിഗർ ചെയ്യിപ്പിച്ചു, നിർബന്ധിച്ച്. വിനോദൻ ട്രൂപ്പിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്. സ്ക്രിപ്റ്റും ആർട്ടിസ്റ്റായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം.
അന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങളുടെ ഫാദറിനൊന്നും ഇഷ്ടമല്ലേ ഈ പണ്ട് ഇത് പോകുന്നു മിമിക്രി. അന്ന് ആദ്യത്തെ സ്റ്റേജ് ഞാൻ ഇങ്ങനെ എങ്ങനെയും ആകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളുടെ കൂട്ടുകാരനെ ഇങ്ങനെ തപ്പി ഇരുന്നപ്പം അനീഷ് കുറിയന്നൂർ, ഞാനും അനീഷും കൂടെ ഒരു സ്റ്റേജിലാണ് തുടങ്ങുന്നത്. അപ്പം വീട്ടിൽ വന്നിട്ട് മിമിക്രിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്തെ മിമിക്രി എന്ന് പറഞ്ഞാൽ മനോഹരനൊക്കെ പ്രോഗ്രാം നമ്മൾ കണ്ടാണ് ഈ ഇതിലേക്ക് വരുന്നത്. ജുബായും പാൻറ്റും, മറ്റേ ഫീമെയിൽ ആണെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് ചെയ്യുന്ന 2 പേരുള്ള സ്കിറ്റുകൾ. അപ്പോൾ ഈ അനീഷ് സമീപത്തുള്ള പരിപാടികളെല്ലാം കാണാൻ പോയിട്ട് എവിടെങ്കിലും നാടകക്കാരോ പറ്റും ഗ്യാപ്പ് വരുമ്പം ഞാൻ കിടക്കുന്ന മുറിയുടെ ജനൽ ശകലം തുറന്നിട്ടേക്കും, ഒരു ജുബായും മുണ്ടും പൊതിഞ്ഞ് അലമാരിക്കകത്തും കാണും. ഒരു കമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ജനൽ തുറന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് കുത്തുമ്പോൾ ഞാനൊന്നും പറയത്തില്ല, എടുക്കുക, ഇത് കഷത്തി വെക്കുക, വണ്ടിയിൽ കയറുക, പോവുക, മനസ്സിലാവും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കന്ന് കടുങ്കാപ്പിയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു രസകരമായ ഒരു സാധനമുണ്ട്. എനിക്ക് സൗണ്ട് വർക്ക് ഉണ്ടായിരുന്നു. സൗണ്ട് വർക്ക് ഉണ്ട്. ഞാൻ ജനിക്കുമ്പോൾ തൊട്ടേ ഫാദർ, അതാ പുള്ളിക്ക് പ്രശ്നം. ഈ ഇത് കോമാളിത്തരം കാണിക്കാതെ പോയി എൻ്റെ ഉണ്ട്. ആ കണ്ടിട്ടുള്ളതല്ല, പുള്ളിക്കാരനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് പരിപാടി നടത്തുക, ഇതിന് പോയാൽ അന്ന് കടുങ്കാപ്പി കിട്ടത്തുള്ളൂ. അപ്പം ഓപ്പറേറ്റർക്ക് പൈസ കൊടുക്കുന്ന ഞാനിരുന്ന ആ പ്രശ്നം തീരും. അപ്പോൾ ഒരു അമ്പലത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം ക്ഷേത്രം ഇടനാട്ടുകാവ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഗ്രാം ഞാൻ സൗണ്ടും കൊണ്ട് കയ്യിൽ വെക്കി കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനീഷ് പ്രോഗ്രാം കാണാൻ പുറകെ വന്നിട്ടുണ്ട്. അപ്പം നാടകക്കാർ 2 മണിക്കൂർ താമസിക്കും, വരാൻ വൈകും. അപ്പം പഴയടത്ത് ബാബു എന്ന് പറഞ്ഞാൽ എൻ്റെ കൺവീനർ വന്നിട്ട് പറഞ്ഞിടാ എന്തെങ്കിലും ഒരു പരിപാടി. ഞാൻ അനീഷിനോട് പറയാം, അവനോട് കൂടുവാന്ന്. ഞാൻ എന്നിട്ട് പുറകെ കൂടെ ചെന്നിട്ട് അനീഷിനോട് പറഞ്ഞു, അനീഷേ ഇതുവരെ നമുക്ക് പൈസ കിട്ടിയില്ല, നമുക്ക് 2 പേർക്കൂടെ 100 രൂപയിലും മേടിക്കണം, ഇല്ലാതെ കയറുവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞ് 100 രൂപ വേണം 2 പേർക്കൂടെ. അപ്പം പറഞ്ഞ് അമ്പലത്തിൽ എന്തെങ്കിലും കാണിക്കുന്നില്ല 100 രൂപ. ലാസ്റ്റ് പറഞ്ഞ് 60 രൂപയ്ക്ക് 2 പേരും 60 രൂപയ്ക്ക് ഏറ്റ്. എനിക്ക് പാൻറ്റില്ല, കയ്യിൽ കൊടുത്തത്. എൻ്റെ കൂട്ടുകാരനെ താഴെ കൊണ്ടുപോയി വള്ളപ്പരെ കൊണ്ടുപോയി മുണ്ടവനും കൊടുത്ത് പാൻറ്റും കെറ്റിയിട്ട് പരിപാടി തുടങ്ങി ഇങ്ങനെ പോയി. അന്ന് ചെറിയ സ്കിറ്റുകളാണ്, അന്ന് ഫിഗർ അധികമില്ല. അനീഷ് അന്ന് മോഹൻലാൽ ചെയ്യും. അപ്പം മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ പിടിച്ച് പാട്ടിട്ട് തിരിഞ്ഞിങ്ങനെ വരികയും ഒരു വെട്ടം ഇങ്ങനെ സ്റ്റേജിലോട്ട് അടിക്കുന്നുണ്ട്. നാടകക്കാരുടെ വണ്ടി കയറി വരുന്നു. അപ്പം അനീഷ് എന്നിട്ട് മോഹൻലാലെ ആരാ മോനെ ഇങ്ങനെ പറയുകയും ഈ ബാബുചേട്ടൻ വന്നിട്ട് ഈ മൈക്ക് കൊടുത്തിട്ടുണ്ട്, ഇറങ്ങി കഴിഞ്ഞ് നാടകക്കാർ വന്നു. ഈ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നു, മൈക്ക് പോയി. ലാസ്റ്റ് ഇതിൻ്റെ പുറകെ നടക്കുക, 60 രൂപയ്ക്ക് നടക്കുക. പുള്ളി പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇത്ര നേരം കാണിച്ചതിന് എന്തിനാ 60 രൂപ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ 2 പേരും കയ്യെ പിടിച്ചുകൊണ്ട് പോയി. ഒന്നാം ഉത്സവം അലമാരിക്കകത്ത് ബോണ്ട പരിപ്പൂടെ ഇങ്ങനെ നിറച്ചിട്ടേക്കുക. ഞങ്ങൾ 2 ഇമ്മർക്ക് ചായയോ കാപ്പിയോ എന്തോന്ന് വെച്ചാൽ കൊടുത്തേക്കാൻ പറഞ്ഞു. അവൻ ഞാൻ കളിപ്പിച്ചല്ലോടാ, എന്തോ ചെയ്യാനാണ്. ഞങ്ങൾ കഴിക്കാവുന്ന അത്രയും കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പാർട്ടി എന്നെ ഇങ്ങനെ കൈ കാണിച്ച്, ഞാൻ ചായ കുടിക്കുന്നു വാ. എന്നിട്ട് അവനും പരിപ്പോടെയും ബോണ്ടായും എല്ലാം. അനീഷ് പിന്നെ ഞങ്ങളിതങ്ങനെ, അതായത് പിന്നെ അത് ദേഷ്യമേ, അനീഷ് തോണിപ്പുഴയെന്ന് വരുന്നവരെ എല്ലാം വിളിച്ച് ചായയും പരിപ്പോടെയും ഞാൻ എന്നോട് വന്നു. ലാസ്റ്റ് അവിടെ 480 രൂപ പറ്റ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ എഴുതിയിട്ട് ഞങ്ങൾ തീർന്നേനെ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഈ പ്രോഗ്രാമിന് പോയപ്പോഴോ പ്രോഗ്രാം നടത്തിയപ്പോഴൊക്കെ? ഇതൊരു സാധാരണ അനുഭവം മാത്രമേ. ഇനി ഭീകരമായ അനുഭവങ്ങളൊന്നും നമുക്ക് ഭീകരമായ അനുഭവം ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയലിൽ ഉത്സവം നടക്കുന്നു. അപ്പം ഹൈമിമിക്സിനെ പ്രോഗ്രാമിൽ വിളിച്ചു. ചവറമണിക്കുട്ടൻ പറഞ്ഞ പോലെ മക്കുമൈനാഗപ്പള്ളി, ഞാൻ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ ആളൊക്കെ ഭയങ്കരമായിട്ട് ആൾ കൂടിയിരിക്കും. പ്രോഗ്രാമൊക്കെ തട്ടിയൊക്കെ ചാരി വെച്ചിട്ട്, അന്ന് തിരുവനന്തപുരത്ത് സെറ്റപ്പ് അറിയാമല്ലോ, തട്ടി കർട്ടൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നിരത്തി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്കിറ്റ് മുതലേ പരിപാടി പൊളിഞ്ഞു തുടങ്ങി. കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് റിഹേഴ്സലൊക്കെ ഉണ്ട്, നമ്മുടെ തമാശ അവർക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. അപ്പോൾ തുടക്കം മുതലേ അവർ കൂര് തുടങ്ങി. അരമണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തി. പിന്നെ അവർ പാവങ്ങളായതുകൊണ്ട് അടിച്ചില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാരി കെട്ടിക്കോളാൻ പറഞ്ഞു കമ്മിറ്റിക്കാർ. മറ്റേ പയ്യന്മാർ വന്നു കഴിഞ്ഞാൽ തട്ടി എല്ലാം അവിടെ വാരി വെച്ച് കുറേ സാധനങ്ങളുണ്ടല്ലോ, 4 തട്ടിയെടുത്ത് എൻ്റെ തല വെച്ച് തന്നു. അതിൻ്റെ മേളിൽ കോസ്റ്റ്യൂം ബോക്സ് ചുമ്മിക്കൊണ്ട് ഓടുക. കയറ്റം കയറി വണ്ടിയെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വെച്ചാൽ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ നിൽക്കാം. അവിടെ ചായ കുടി. അപ്പോൾ ഒരു ടാർപ്പായി കെട്ടി അതിനകത്തൊരു ചേച്ചി സിഗരറ്റ് വേണോ? അപ്പോൾ വലിയ സിഗരറ്റൊക്കെ മേടിച്ച് ചായ
ചൂടാ എവിടെ വീട്? അവിടെ മാവേലിക്കര. വേറെ ജോലി വല്ലതും ഉള്ളോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പണിക്ക് പോക്കൂടാ. എന്നിട്ട് അടുത്ത തന്തയ്ക്ക് വിളിയാ. ഈ 4 തട്ടി അതിൻ്റെ മുകളിൽ ഒരു ലോഡ് സാധനം കൊണ്ടുവരില്ല. നിനക്ക് നാണമില്ല, ആ പണിക്ക് തന്നെ പൊക്കൂടെ? എന്തോ കാര്യത്തിനാ? പൊക്കോ. അല്ല ചായ നീ ഊച്ചട്ടാ. അതും കുടിപ്പിച്ചില്ല. പകുതി സിഗരറ്റ് കട്ട് ചെയ്ത് പുള്ളി മേടിച്ചിട്ട് പറഞ്ഞു വിട്ടു. അവിടെ രക്ഷപ്പെട്ട പാട് ഭയങ്കരമായിരുന്നു. നമ്മുടെ ആദ്യ കാലങ്ങളിലെല്ലാം ഒരുപാട് കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അന്വേഷണം പിടിച്ചു കെട്ടിയതാ. പിടിച്ചു കെട്ടി? അത് പറ, അതാണ് അറിയേണ്ടത്. കേരളക്കര കാത്തിരിക്കുക. നിങ്ങൾ അനീഷ് കുര്യന് പറഞ്ഞ വിനോദ് കുര്യന് പറഞ്ഞ പിടിച്ചു കെട്ടി. ആറാട്ടുപുഴ എന്ന് പറഞ്ഞ പള്ളി, അതായത് നമ്മൾ മിമിക്രി അന്ന് തുടങ്ങിയ സമയമാണ്. അപ്പം ഗാനമേള നമ്മുടെ അനിലെന്ന് പറഞ്ഞ അനിൽ കുറിയന്നൂർ, പുള്ളിക്കാരൻ അനിൽ ഗോപാൽ, പുള്ളിക്കാരൻ ഈ പിന്നെ ട്രൂപ്പിൽ പാടുന്നുണ്ട് ഗാനമേള. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താലോ ഞങ്ങൾക്കൊരാഗ്രഹം. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഗാനമേളയും മിമിക്സും കൂടെ വരുന്നത്. അപ്പം ഞങ്ങൾ ഇതിനിടയ്ക്ക് ഗ്യാപ്പിൽ അവർ ഒരു സ്റ്റേജ് പോയി കളിച്ചു. കൊള്ളാം, മിമിക്രി ആയിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ആറാട്ടുപുഴ പള്ളിയിലെ പെരുന്നാൾ. അപ്പം അനീഷ് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ട്രസ്റ്റി. അപ്പോൾ അവിടെ ഞങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്ത്. അന്ന് അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ലോഡ്ജിൽ ചെന്ന് പറഞ്ഞ് 6 മണിയാകുമ്പോൾ ഈ വണ്ടി വരും, ലോഡ്ജിലോട്ട് വിളിച്ചുകൊണ്ട് വരണം. ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഉണ്ട്, രമേശ് എന്ന് പറഞ്ഞ്. വിളിച്ചുകൊണ്ട് വന്നത് അനിയത്തിപ്രാവിൻ്റെ ഒരു സാധനം ഒന്ന് കീബോർഡ് ഒന്ന് നോക്കുക, നമ്മൾ പോവുക, പരിപാടി പൊളിക്കുക. അതാ പ്ലാൻ. ഇവനിങ്ങനെ ഇന്ന് 6 6:30 6:45 ഇവൻ നടന്ന് വണ്ടി വന്നില്ല ഇതുവരെ. നമുക്കും ടെൻഷനായി. 7:30 പരിപാടിയാണ്. ഞങ്ങൾ എന്നിട്ട് ഈ കോയിനിട്ട് വിളിക്കുന്ന അതേ ഉള്ളൂ, മൊബൈലൊന്നുമില്ല. വിളിച്ചപ്പം പറഞ്ഞു ക്ഷമിക്കണം, മഴയായിരുന്നു, സാധനം കയറ്റുന്നേ ഉള്ളൂ, എങ്ങനെയും 9 മണിയെ പ്രോഗ്രാം ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോരെ എന്ന് പറഞ്ഞിട്ട് പള്ളി വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, എവിടെ ചെങ്ങന്നൂർ, കുഴപ്പമൊന്നും എല്ലാവർക്കും 9 മണിക്കത്തേക്ക് പ്രോഗ്രാം ഒന്നാക്കിയാൽ മതി, ആർക്കും പ്രശ്നമൊന്നുമില്ല, 9:30 ആക്കി തരാൻ കുഴപ്പമില്ല, അവർ ഹാപ്പി, വരുമല്ലോ, ഓക്കെ എന്ന് പറഞ്ഞു. മനയുടെ 9 ആയി, 9:30 ആയി, 9:45 ഈ വണ്ടിയില്ല. ലാസ്റ്റ് പേര് പറഞ്ഞത് ശരിയല്ലോ, നവതാര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര ആയിരുന്നു, അവരുടെയും കുഴപ്പമില്ലായിരുന്നു. അവരെ വിളിച്ച് സാധനം കയറ്റി അന്നേരം വണ്ടി പോരുന്നു. പിന്നില്ല, ഒരു 12:30 വരെ നമ്മൾ നോക്കി നിന്ന്. ലാസ്റ്റ് നമ്മുടെ രവികൂട്ടൻ എന്ന് പറഞ്ഞൊരു ഓട്ടോക്കാരനുണ്ട്, അവനെ വിട്ട് ഇങ്ങനെ നോക്കിയപ്പം ലൈറ്റ് വല്ലതും ഓഫ് ചെയ്ത് സൗണ്ടുകാരെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. അപ്പം അനീഷ് സ്റ്റേജിൻ്റെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല, മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വിളിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറിയന്നൂർ പറ്റാം. 15 കിലോമീറ്റർ അപ്പുറത്ത് എന്തിനാ? അത് അവിടുന്ന് വണ്ടിയെ കയറി വരുന്നത് അന്നത്തെ ഒരു ഗമയല്ലേ. കാരണം പെട്ടെന്ന് അവർ വരില്ല. പണ്ടൊക്കെ ഈ നമ്മുടെ ട്രൂപ്പിൻ്റെ വണ്ടിയിലിരിക്കുക, അതിൽ കൈ ഒന്ന് പകുതി തലയും പുറത്തിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞൊരു ഗമ തന്നെയായിരുന്നു. അത് ഈ 15 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് വരുവാണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും യാത്ര ചെയ്ത് വന്ന ഒരു അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അനീഷ് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനെ ട്രസ്റ്റ്, അവനെ കണ്ടിട്ടേ ഞാൻ വരത്തുള്ളൂ. ഞാൻ അങ്ങനെ ശരിയല്ല, ഇപ്പം പോയി പെടല്ലേ, നിങ്ങൾ വെക്കൂ, ഞാൻ കണ്ടിട്ടേ വരും, ഞാൻ നിന്നെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല. നേരത്തെ അടി ഉറപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഈ ഭാഗത്തൊക്കെ ചെന്ന് ഈ ട്രസ്റ്റിയെ വിളിക്കുകയും പുള്ളി 2 ഭാഷ പറഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ അതിനകത്ത് കയറി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു 10-25 പേര് ചുറ്റിനുമായി. എന്നിട്ട് എന്തോ സംഭവം എന്നറിയണം. ഞങ്ങളിത് പറയുന്നുണ്ട്, ചെങ്ങന്നൂർ ആക്സിഡൻറ്റ്, ഇയാൾ അടിക്കാൻ തുടങ്ങി, അത് മാത്രം പറയില്ല. ഈ പുള്ളിയുടെ ആരാണ്ട് ബന്ധക്കാരാണ്, അവരുടെ CA, അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടില്ല. ലാസ്റ്റ് സത്യം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നീ കയറിക്കോ, സംഭവിച്ചതെന്ന് പറഞ്ഞ് വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടിരുത്തി. എല്ലാവർക്കും ഇറച്ചി മീനും ഒക്കെ ഇട്ട് വിളമ്പി വിശന്ന് നിൽക്കുമല്ലേ, കുഴച്ച് കഴിക്കാൻ തുടങ്ങി. 24 പേർക്കുള്ള ഭക്ഷണമാണ് ഒരു തരി ബാക്കി വെച്ചേക്കല്ലോ. എന്നിട്ട് അവിടെ വെളുപ്പോളം നമ്മളെ ഇരുത്തി. ഇവർ നഷ്ടപരിഹാരം അന്ന് പൈസയൊന്നും അറിയില്ലല്ലോ, എൻ്റെ മാല പണയം വെച്ച് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഊരിപ്പോകുന്നത്. സെയിം ഒരു അവസ്ഥ എനിക്കുണ്ടായി. ഞാൻ കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള മമ്മീക്കയുടെ ട്രൂപ്പിലായിരുന്നു ആദ്യം. ഒരു 4-5 വർഷം ആദ്യകാലത്ത് ടിനി ടോമും ഞാനും ഒക്കെ അവിടെയായിരുന്നു. അവിടെ നിന്ന് ഞാൻ കൊച്ചിൻ ഗിന്നസിൽ വന്ന് പ്രോഗ്രാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിച്ചേട്ടനൊക്കെ ഉണ്ട്, ഞങ്ങൾ കലാഭവൻ സജീവൻ, മണിച്ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി, ടിനിയുണ്ട്, എല്ലാവരും കൊച്ചിൻ ഗിന്നസിലുണ്ട്. ഈ മമ്മിക്ക് ഒരു ദിവസം പറഞ്ഞു, എടാ അപ്പോൾ സെഞ്ചുറിയിൽ ഞങ്ങൾ പോകുന്ന ഇവിടെ 2 വർഷമായി, ഒരു പ്രോഗ്രാം ഞാൻ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് ചെയ്യണമെന്ന്, ഈ പറവൂരാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഈ മാട്ട പ്രോഗ്രാമുണ്ട്, 3 പേര് 4 പേര് പോയിട്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഞങ്ങൾ ഈ എറണാകുളം ടൗൺ ഹാളിൽ 7 മണിക്കൊരു പ്രോഗ്രാം. ഈ പറവൂർ എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ ഓടിയാൽ മതി.
ഒരു 9:30 മണിയായപ്പോഴേക്കും ഇവിടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ജീപ്പിനാണ് പോണത്. മറ്റേ ഇത്തിരി നീട്ടം കൂടിയൊരു ജീപ്പുണ്ട്, അതിൽ സൗണ്ടും ലൈറ്റും എല്ലാം കയറ്റി 3-4 ഗിന്നസിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ചേർന്ന് പറവൂർ ചെന്ന് ചോദിച്ചപ്പോൾ ഈ പാലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പറവൂർ ചെന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം അവിടെ ഇല്ല, കുറച്ചുകൂടെ പോകണം, 3 കിലോമീറ്റർ അപ്പോൾ ഇങ്ങനെ ഓടിക്കുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞ സമയം 10 ആയിരുന്നു. അത് 10:30, 10:45 ഞങ്ങൾ പറവൂർ ചെന്നപ്പോൾ. അവിടെ 3 കിലോമീറ്റർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയല്ല, കുറച്ചുകൂടെ പോകണം, 6 കിലോമീറ്റർ കൂടുന്നു. അങ്ങനെ ഓടിച്ച് ഏകദേശം ഒരു ഈ ചാവക്കാട് ഇപ്പുറം എങ്ങാണ്ടാണ് ഈ പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. സമയമൊക്കെ വൈകി. അവിടെ 9:30 തുടങ്ങേണ്ട ഷോ തുടങ്ങാം. ആളുകൾക്ക് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ആളുകളെല്ലാം റോട്ടിലൂടെ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ജീപ്പ് ഇങ്ങനെ ചെന്ന അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വളവുണ്ട്, ആ വളവിൽ നിർത്തി. ഇപ്പോൾ റോട്ടിലൊക്കെ കുറേ ചെറുപ്പക്കാർ ഇരിക്കണം. അപ്പോൾ ചേട്ടാ ഈ പാലപ്പെട്ടി ഈ ക്ഷേത്രം എന്തിൻ്റെ മിമിക്സാന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ ഈച്ച പൊതിയുമ്പോൾ ചാടി ജീപ്പിലിട്ടങ്ങ് തൂങ്ങി. എല്ലാവരും തൂങ്ങി നിൽക്കുകയാണ്. പൊട്ടെ എന്ന് പറഞ്ഞ് വണ്ടി ഇങ്ങനെ അമ്പലത്തിലേക്ക് പോവാണ്, ചെറിയ വഴി. അപ്പോൾ ആളുകൾ റിട്ടേൺ പോകുന്നുണ്ട്. വന്നടാ വാ. അപ്പോൾ ഞാൻ പുറകിൽ കുറേ മിക്സറിൻ്റെയും ബോക്സിൻ്റെ ഒക്കെ ഇടയിൽ ഏറ്റവും പുറകിലിരിക്കുക. ഈ അമ്പലത്തിൽ കൊണ്ടുപോയി ബാക്കിൽ വണ്ടി നിർത്തി 2 സെക്കൻഡ് ഇപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞ നമ്മുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി പുറകിലോട്ട് പറഞ്ഞു, എടാ പണി പാളി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ, നമ്മൾ 1-ാം ദിവസം പ്രോഗ്രാം നടത്തി അതേ സ്റ്റേജിൽ തന്നെ വന്നേക്കണേ എന്ന് പറഞ്ഞു. 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗിന്നസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ ഷോ ആയിരുന്നു. ഭയങ്കര ഷോയാണ്, കളർഫുള്ളാണ്. ആ പ്രോഗ്രാമിലെ അതേ കലാകാരന്മാർ 10-ാം ദിവസത്തെ ഉത്സവത്തിന് ആ സ്റ്റേജിൽ വന്നേക്കുക. ഒരു കർട്ടനില്ല, ലൈറ്റില്ല, ഒന്നുമില്ല, ഓല മാത്രം മറിച്ച സ്റ്റേജ്, ഒരു ബൾബും തൂങ്ങിക്കിടക്കുന്നുണ്ട്. പേടിച്ച് നിൽക്കുക, എന്ത് ചെയ്യാൻ പറ്റും. അവസാനം പെട്ടെന്ന് ഈ ഐറ്റം എല്ലാം ഞങ്ങൾ ആദ്യ ദിവസം കളിച്ചതാണ്. എന്നിട്ട് പെട്ടെന്ന് തട്ടിക്കുട്ടി 3-4 ഐറ്റം കളിച്ച് ചെറുപ്പക്കാർ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇതുപോലെ കമ്മിറ്റിക്കാർ ഇങ്ങനെ ഗടാഗടിക്കന്മാരിങ്ങനെ നിൽക്കുക. പരിപാടിയൊക്കെ കഴിഞ്ഞ് വാടാ ഭക്ഷണം കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് പങ്കായമുണ്ട്, അത് ചെറിയ കടപ്പുറമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. ഈ പങ്കായം ഇങ്ങനെ എടുത്തിട്ട് അടിക്കും, ഈ കാലിൻ്റെ ഇവിടെ അടിക്കണത്, ടിനിയുടെ അടുത്തൊക്കെ ടിനിയൊക്കെ ഓടുക. ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഭക്ഷണം കഴിപ്പിച്ച് പൈസ ഒന്നും തന്നില്ല അവർ. മമ്മി സെഞ്ചുറി വരട്ടെ, മമ്മി സെഞ്ചുറി വന്നിട്ട് നിൻ്റെയൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് കുറേ ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ വിട്ടു. സെയിം അവസ്ഥ, കെട്ടിയിട്ടില്ല നിങ്ങളെപ്പോലെ. പക്ഷേ ആ വണ്ടിക്കാരെ പിന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു, അവർ വന്നപ്പോൾ എന്തോ ഘോഷയാത്രയാണ് നടക്കുമായിരുന്നു. അതായിരുന്നു അവർ 2 മണിയാകുമ്പോൾ വന്നു. അവർ ചെങ്ങിന് വന്നിട്ട് കാറ് പിടിച്ച് വന്നപ്പോൾ ഞങ്ങൾ 2 പേര് കടത്തുന്ന ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർ കണ്ടിട്ട് പൊക്കളഞ്ഞു, നിർത്തിയില്ല. അപ്പോൾ അവർക്കും പ്രശ്നമായിരുന്നു. പ്രോഗ്രാം പോകുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഈ ബമ്പർച്ചിരി ചെയ്യുമ്പോൾ സ്ഥിരം കബളിപ്പിക്കെടുന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ട്. ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങളായിട്ട് കബളിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ കബളിക്കപ്പെട്ടു പോകുന്നതാണോ? നമ്മൾ കബളിപ്പിക്കുന്ന. നിങ്ങൾ അപ്പോൾ ഒരു പ്രാവശ്യം പറ്റി കഴിയുമ്പോൾ പുള്ളി പറയും ഇനി എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല, ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം ഈ പുള്ളി തന്നെ വീഴും. അങ്ങനെ ഷായി ചേട്ടനും ഈ ആളും കൂടെ വെളിയിൽ ഫുഡ് മേടിക്കാൻ പോയി. അപ്പം ഞാനും വിഷ്ണു റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ ഷായി ചേട്ടൻ വേറെ ആരും പൊളിക്കും ഇത്. ഷായി ചേട്ടൻ ഒരാൾ വിഷമിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ പിരിച്ചു കൊണ്ടുവന്ന് അവനെ നമ്മൾ നിർത്തുമ്പം ഷായിച്ചേട്ടൻ പറയും ചുമ്മാ ആടാ മരുത് കാണിച്ചാന്ന് പറയും. കാരണം ഞാൻ എന്നാ അവൻ വിഷമിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞാന്ന് പറയും. പിന്നെ ഞങ്ങൾ ഷായിച്ചേട്ടനെ അറിയിക്കത്തില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടും ഞാനും വിഷ്ണുവും റൂമിൽ ഇരിക്കുക. ഇവരിങ്ങനെ ഫുഡ് മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാ വേറൊരു പരിപാടി ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ടോമിച്ചൻ മുളക് പാടമെന്ന് പേപ്പറിൽ എഴുതിയിട്ട് അത് ലാസ്റ്റ് തൊട്ട് തിരിച്ചെഴുതിയിട്ട് അത് ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ ഇവൻ ഇട്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒരു ഓയിൽമെൻറ്റാണ് മെഡിക്കൽ സ്റ്റോറിൽ അത്യാവശ്യമായിട്ട് മേടിച്ചുകൊണ്ട് വരണം, ഇവിടുന്ന് ഇരുന്ന് തപ്പി മേടിച്ചോണ്ടേ വരാവൂ, മേടിച്ചുകൊണ്ട് വരാൻ ചേട്ടാ. ഞാൻ പറഞ്ഞാൽ പൈസ ഇവിടെ വരുന്നിടത്തോളം വേണേൽ പറഞ്ഞാൽ മതി, ഗൂഗിൾ പേ ഇട്ട് തരാം, കുഴപ്പമില്ല, പെട്ടെന്ന് വരണമെന്ന്. മെഡിക്കൽ സ്റ്റോറെല്ലാം ഇതും കൊണ്ട് നടക്കുക. എന്നെ കൊണ്ടുകൂടാ ഷായിച്ചേട്ടനെ പുറകെയുണ്ട്. ഷായിച്ചേട്ടൻ ഇത് അറിയുന്നില്ല, ഈ വാട്സപ്പിൽ വന്ന സാധനം അറിയുന്നില്ല എന്തോ വന്ന്. അപ്പം ഇങ്ങനെ മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു ഈ മെഡിക്കൽ സ്റ്റോറിലില്ല, ചേട്ടാ അവിടെ എവിടെയും കാണും. 5 മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോഴേ ഞാൻ വിളിച്ചു ചോദിച്ചു. 5 മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഇങ്ങോട്ട് റിട്ടേൺ പറഞ്ഞു. ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ വിളിച്ചിട്ട് പറയുക ഈ കമ്പനിയുടെ അല്ല വേറൊരു കമ്പനിയുടെ തന്നാൽ മതിയോ ഒന്നാലോചിച്ച്. അപ്പോഴാണ് ഷായച്ചേട്ടൻ ഇത് മേടിച്ച് നോക്കിയിട്ട് എടാ ഇത് ആ സാധനം അവന്മാർ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ടോമിച്ച മുളക് പാടുന്നത് അത് പൊളിഞ്ഞു. അന്നേരം ഇവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചാന്ന് നോക്കിയിട്ട് ഷായച്ചേട്ടൻ പറഞ്ഞു ഇതിങ്ങനെയാണ്. അതിനുശേഷം ഇതേ സെയിം സാധനം ബമ്പർച്ചിരിയുടെ ഫ്ലോർ വേറെയായി,
പുതിയ ഫ്ലോറാണ്. പുതിയ പുതിയ ഫ്ലോറിൽ ഞങ്ങൾ സ്കിറ്റ് ആദ്യം കയറി കളിച്ച് നമ്മൾ ബമ്പർ അടിച്ചു. അപ്പോഴത്തേന് വെളി വന്ന് ഞങ്ങളോട് ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ ഫ്ലോറുണ്ട് എങ്ങനെയുണ്ട്. ഞാൻ ചുമ്മാ അത് പറഞ്ഞു 40 കളിച്ചാൽ ഏക്കും. നമ്മൾ കഴിഞ്ഞ ഫ്ലോറിൽ 8-9 ആയിരുന്നു നമ്മൾ കളിക്കുന്നത്. അത് പൊളിഞ്ഞു പോകും കേട്ടോ. 35 മേളി. അപ്പോൾ ഇവൻ അവിടെ നിൽപ്പുണ്ട്. ഇവനോട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി എന്നെ പറ്റിക്കാൻ പറ്റുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനോട് പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞാൽ ഇവൻ പിടിക്കും. അപ്പം വേറെ ആർട്ടിസ്റ്റുകൾ നിൽപ്പുണ്ട് അവരുടെ എടാ 40 അവന്മാർക്ക് മനസ്സിലായി. ഞാൻ കണ്ണ് കാണിച്ചപ്പം മനസ്സിലായി. അപ്പം പെയ്യ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ എന്തോ സംഭവം പറഞ്ഞേ. ഞാൻ പറഞ്ഞാൽ ഡെസിബലിൻ്റെ കണക്ക് പറഞ്ഞാൽ ഡെസിബല്ലോ എന്തോ എടാ ഡെസിബലെന്ന് പറഞ്ഞ സാധനമുണ്ട് അറിയത്തില്ല ഇത്ര നാൾ കളിച്ച്. ഞാൻ ഓടിയിട്ട് ഞാൻ പറഞ്ഞാൽ 35-40 ഇപ്പോഴത്തെ ഫ്ലോറ്. നമ്മൾ നേരത്തെ കളിക്കുന്ന 8-9 അവിടുത്തെ കളിച്ച പൊളിയും സംഭവം. എന്തോ സംഭവം എന്തോ എന്നോട് എങ്ങനെ അത് പറഞ്ഞു തരുന്നത്. അത് കണക്കാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതായത് ഫ്രണ്ട് ക്യാമറ 2 സൈഡ് ക്യാമറ 2 എന്നിട്ട് നമ്മൾ സ്റ്റേജ് കളിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ സ്റ്റേജിൻ്റെ വീതിയും ഓഡിയൻസ് ഇരിക്കുന്ന ദൂരവും നമ്മുടെ മിക്സർ ഇരിക്കുന്ന ദൂരവും തമ്മിൽ ഈസ് 5.2 ബൈ 100 സമം ഇൻറ്റു 2.5 കൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് ഡെസിബിൾ കിട്ടും. ഇപ്പം നമ്മുടെ ഫ്ലോർ ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഏകദേശം കണക്ക് കൂട്ടാവുന്നത് ഫ്രണ്ട് ക്യാമറ പിന്നെ ജഡ്ജസ് ഇരിക്കുന്ന ദൂരം സൈഡ് ക്യാമറ ബൈ 1000 റൂട്ട് ഇട്ടിട്ട് 2.5 ഇട്ടുക നമുക്ക് എത്ര കളിക്കാമെന്നറിയാം. ഞാൻ നോക്കി അത് 38 തോന്നുന്നു. ഓരോരുത്തർക്ക് ഓരോന്നാണ്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ നമ്മൾ എത്ര കളിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പം 10,000 രൂപയ്ക്ക് കളിക്കും അതിന് കുഴപ്പമില്ല. അതല്ല ഡെസിബല് അവൻ ഡെസിബല്ലോ. അപ്പം ബാക്കിൽ നിന്ന് ഒരുത്തൻ. അപ്പം ഞാൻ പറഞ്ഞു എടാ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. വിനോദിനെ അറിയത്തില്ല. വിനോദേട്ടനാണ് പറഞ്ഞത് എത്ര ഡെസിബലിന് കളിക്കണം അതെങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഞാൻ പറഞ്ഞു അവനോട് പോയി ചോദിക്കും. ഇതിന് ശേഷം ഇവൻ്റെ കൂടെ ഉള്ള വിശ്വസിക്കത്തില്ല. 2 പേര് ടീം. അത് കഴിഞ്ഞപ്പോൾ ഒരു ടീം കയറി. ഞാൻ എന്താ പറഞ്ഞാൽ 35 കളിക്കേണ്ടത്. അപ്പം ഇച്ചിരി സീനിയർ ടീമാണ്. നമ്മൾ കണ്ടു പറഞ്ഞിട്ട് പോയി. ഇവരെന്തോ ഇതിന് 5 അടിച്ചു. അപ്പം ഇപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ അവരോട് പറഞ്ഞ് എന്തോ പാളിപ്പോയതാ. ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവൻ അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു പോയി വലിക്കാൻ പറ. 100 രൂപ ഞാൻ പറഞ്ഞു 32 കളിക്കണമെന്ന്. അപ്പോൾ ക്യാമറമാൻ വരെ പറഞ്ഞു 7:30 അവർ കളിച്ചതെന്ന്. പിന്നെ എങ്ങനെ പൊളിയാ ഇതോടെ കേട്ടപ്പോൾ പുള്ളിക്കേ ടെൻഷൻ പോയിട്ട് ഡെസിബൽ. ലാസ്റ്റ് എന്നോട് പറഞ്ഞു ചേട്ടാ ഇതെങ്ങനെ കണ്ടുപിടിക്കും. ഞാൻ എത്ര കളിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ജഡ്ജസ് ഇരിക്കുന്ന ദൂരവും നീ സ്കിറ്റ് കളിക്കുന്ന ദൂരവും കൂടെ അളന്നു കൊണ്ടെത്താം. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് കയറി എങ്ങനെ അളക്കും. ഞാൻ അതൊക്കെ നിൻ്റെ കഴിവാണ്. ഞാൻ എന്നിട്ട് പ്രൊഡ്യൂസറോട് ഈ സാധനം പറഞ്ഞു. ഇൻ്റർവെല്ലായപ്പം ഈ ഊണിനെല്ലാവരും പോയപ്പം പുള്ളി കാലുകൊണ്ട് ചെന്നിട്ട് 1 2 3 4 അളന്നിട്ട് ഫ്ലോറും ജഡ്ജസ് ഇരിക്കുന്ന അളന്നിട്ട് 48 ഞാൻ 48 ഇൻറ്റു 34 കളിച്ചാൽ മതി. അപ്പം പിന്നെ ഇതങ്ങ് ഫ്ലാഷ് ആകുക. വരുന്ന പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഈ പുതിയ ഫ്ലോർ ഡെസിബലുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെ. അപ്പോൾ ഷെജീർ എന്ന് പറഞ്ഞാൽ ഷെജീറും സുമിയും കൂടെ. അപ്പോൾ ഷെജീറിന് ഇത് മനസ്സിലായി. ഷെജീർ വന്ന് ചേട്ടാ സുമി വന്ന് ഷെജീർ ചേട്ടാ മറ്റേ ഡെസിബൽ എന്നൊക്കെ അവിടെ പറഞ്ഞത് എന്തുവാ. അപ്പോൾ സുമി എത്ര കളിക്കുന്നത് 28 അതെന്തുവാ എനിക്കറിയത്തില്ല അത്. പക്ഷെ പിന്നിപ്പോൾ എങ്ങനെ ഇതങ്ങ് ഫ്ലാഷ് ആകുക. ലാസ്റ്റ് ഈ ഡെസിബല് കളിച്ചിട്ട് ഇവന്മാരവിടെ ചെന്നപ്പോൾ നസീർക്ക ഇവന്മാർ കളിച്ചു കഴിഞ്ഞ് പിന്നെ നീ എത്ര നാടാ കളിച്ചേ. അപ്പം പ്രൊഡ്യൂസറോട് നമ്മൾ പറഞ്ഞു പുള്ളിക്കാരത്തെ അനുകൂലമായി കഴിഞ്ഞപ്പം ഇവർ തലേദിവസം സ്കിറ്റ് കളിച്ചപ്പോൾ മറ്റോ വിശ്വസിക്കത്തില്ല ഇവൻ്റെ കൂടുള്ളത്. ഞാൻ പറഞ്ഞാ പ്രൊഡ്യൂസറടുത്ത് കളിക്കുമ്പോൾ 37 കളിക്കാവേ മറ്റോ നമ്മളത് പറയണ്ട. ഞാൻ നീ വിശ്വസിക്കണ്ട ഇപ്പോൾ കെട്ടുമ്പോൾ പഠിച്ചോളുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഗ്രൂമേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞ് ശ്രീധർ 37 കളിക്കണേ. ഇപ്പോൾ പ്രൊഡ്യൂസർ ഒന്നും പറയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തെ എന്തെങ്കിലും കറക്റ്റ് പറയുന്നതായിരുന്നു. സംഭവം ശരിയാ. ഇതൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വട്ടം പൊളിഞ്ഞിട്ട് 3 ഷെഡ്യൂള് ഡെസിബലിൽ വെച്ച് കളിയായിരുന്നു. അവനങ്ങനെ ചില നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ചില എപ്പോഴും പറ്റിക്കപ്പെടും. വിശ്വസിക്കാതെ ഭയങ്കരമായിട്ട് ഒരു പിന്നെ അസിസ്റ്റ് ചെയ്യുന്ന കുറേ പയ്യന്മാരുണ്ട്.
അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടിടാ ഈ പിന്നെ ആർട്ടിൻ്റെ കുറേ പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കൂട്ടത്തിൽ നമുക്ക് ലങ്കോട്ടി വേണം 2 എണ്ണം. ആനയുടെ ഇത് തുമ്പിക്കൈ ചാരി വെക്കാനുള്ള ആ ഒരു ലങ്കോട്ടിയോ നീ ആർട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവനോട് പോയി ഭയങ്കര വഴക്ക്. ലങ്കോട്ടി അത്യാവശ്യം അതില്ലാതെ പറ്റത്തില്ല. എഴുതിക്കൊണ്ടൊക്കെ പോയി. മെർമെയ്ഡ് ഹോട്ടൽ അവിടെ ഇങ്ങനെ ഈ ഗ്രൂമിങ് റൂമിലിരുന്നപ്പം ഇവരങ്ങോട്ട് പടം വരച്ച് വെച്ചു, പേന വെച്ച്. ഇത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ സംഭവം ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു മെർമെയ്ഡ് പിടിച്ചു, മെർമെയ്ഡുകാർ പിടിച്ചു, 5000 രൂപ കൊടുക്കത്താലേ പറ്റത്തുള്ളൂ, മനോരമയല്ലേ പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൻ കോർഡിനേറ്ററൊക്കെ ഉണ്ടോ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇനി ഏക്കത്തില്ല, ഇവൻ പിടിക്കത്തില്ല. പുള്ളിയൊക്കെ കൊണ്ടൊക്കെ കൊണ്ട് ഡീൽ ചെയ്യിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് മെർമെയ്ഡിന്ന് വിളിച്ചിട്ടുണ്ട്, ഇതുപോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് 5000 രൂപ കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് വിഷ്ണു ഗോപാൽ അവൻ്റെ അടുത്തിരുന്നപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ മെർമെയ്ഡിൽ ഞാനാ വരച്ചതെന്നും പറഞ്ഞ് എൻ്റെ കൊണ്ടേക്കോട്ടെ രൂപ ഞാൻ പറഞ്ഞു കൊടുത്ത അവനാന്ന്. അപ്പോൾ ഞാൻ 5000 രൂപ ഇല്ലാതെ അവർ സമ്മതിക്കത്തില്ല. നീ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേക്കും, സ്പീക്കർ ഇട്ടേക്കും, എനിക്കറിയാം. വെള്ള ഷീറ്റ് പടം വരച്ച്. അത് കഴിഞ്ഞപ്പം വിഷ്ണു പറഞ്ഞു ഞാൻ 2000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എൻ്റെ 1000 രൂപയേ ഉള്ളൂ. നീ 1000 അടുത്ത ഷെഡ്യൂൾ തന്നാൽ പറഞ്ഞാൽ 1000 ഇങ്ങ് മേടിച്ചു. പിന്നെ കഴിച്ചപ്പോൾ പൊളിച്ചു, 1000 തരത്തില്ലെന്ന്. ഇതുപോലെ പണ്ട് ഞങ്ങൾ ട്രൂപ്പിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ഡാൻസുകാരൻ പയ്യനാണ്. അവൻ വണ്ടി സാജു നവോദയും രാജേഷ് പറവൂരും കൂടെ പ്ലാൻ ചെയ്യും. വണ്ടിയിൽ ചെറിയൊരു ഇടി. അപ്പം നമ്മൾ ആദ്യം ഓർക്കുമ്പോൾ നീ എന്താ ഭയങ്കര സീരിയസ്. ഇവൻ കയറി അങ്ങ് പിടിക്കും ഈ പയ്യൻ. ചേട്ടാ അടി ഉള്ളു ചേട്ടാ പ്ലീസ് ചേട്ടാ നല്ല ഉള്ളു ചേട്ടാ അലപ്പിനെ ഇടുന്നുണ്ട്. ഇവനിത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇടികൂടിയാൽ ഇവന് മനസ്സിലാവുള്ള. സാജു രാജേഷ് ഇവനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് പിടുത്തൊക്കെ കൊടുക്കണം. വണ്ടി ട്രാവലറിൻ്റെ ഉള്ളിൽ കിടന്ന് ഇവൻ കയറി ഇടപെട്ട് ഇവരെ രണ്ടുപേരും പിടിച്ച് മാറ്റി. അടുത്ത ആഴ്ചയും ഇവർ തന്നെ പ്ലാൻ ചെയ്ത് കാണിച്ചാൽ ഇവൻ കയറി പിടിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. മേലാൻ എന്നെ പറ്റിക്കാൻ പറ്റത്തെന്ന് പറയും, പക്ഷേ നമ്മളെ തന്നെ വീഴും. അതുപോലെ തന്നെ മറ്റേ അവിടെ മനോരമയുടെ ഇപ്പുറത്ത് തമ്പിച്ചേട്ടൻ ഒരാളെ കടയുണ്ട്. തമ്പിച്ചേട്ടൻ്റെ കട. അപ്പോൾ തൃശ്ശൂർ നിന്നൊക്കെ കുറച്ച് പേര് വന്നു. ഇപ്പോൾ ഇവനും ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ വെച്ച് ഇവർ ചോദിച്ചാൽ എവിടെ പോയാൽ ഞാൻ തമ്പിച്ചേട്ടൻ്റെ അവിടെ കഴിക്കാൻ പോയാൽ എന്തോ സാധനം കഴിക്കാൻ പോയാന്ന് എന്തോ സാധനം എപ്പോൾ തമ്പിട്ട് ഞാൻ അപ്പം നമുക്ക് എത്തി. ഞാൻ പറഞ്ഞു ഇവിടുത്തെ തമ്പിച്ചേട്ടൻ കഴിച്ചിട്ടില്ല നിങ്ങൾ? ഇല്ല. അപ്പം തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ചായയും തമ്പിച്ചേട്ടനും അടിപൊളി സാധനമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം. അതിപ്പോൾ ചെറുതായിട്ട് അവർ വിശ്വസിച്ചു. പിന്നെ പോകുന്ന ആൾക്കാരെ ഞാൻ അവിടുന്ന് സെറ്റ് ചെയ്ത് ഇവരോട് വർത്തമാനം പറഞ്ഞു. ഇവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റൊരു പറഞ്ഞു എടപ്പാടാ പറഞ്ഞു ഞാൻ 2 തമ്പിച്ചേട്ടൻ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവർ ഏകദേശം വിശ്വസിച്ചു. ഞങ്ങളിലൂടെ പോയാലോ? അപ്പം ഇന്നിനും കിട്ടത്തില്ല, ഭയങ്കര പിടിച്ചു പറയാ. 3:30 തൊട്ട് ഒരു 4 മണി, നാളെ 3:30 പോയാൽ പിന്നെ ഇവർ പ്ലാനിങ് പിരിവൊക്കെ എടുത്ത് 500 രൂപ. ഒരു തമ്പിച്ചേട്ടൻ 200 രൂപ എന്നൊക്കെ പറഞ്ഞു. 85 രൂപ. അപ്പോൾ 500 രൂപ ഇവർ പിരിച്ചു തമ്പിച്ചേട്ടൻ കഴിക്കാൻ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു പാക്കറ്റ് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. അപ്പം ഒരാൾ പറഞ്ഞു നമുക്ക് ആദ്യം ഒരെണ്ണം മേടിച്ച് കഴിച്ച് നോക്കാം, എന്നിട്ട് കൊള്ളാമെങ്കിൽ ഒരു പാക്കറ്റ് മേടിക്കാം. കൊള്ളത്തില്ല, ഇത് കിട്ടാത്ത സാധനം, എനിക്കൊരു പാക്കറ്റ് വേണം. കണ്ണൂരിൽ നിന്ന്. അവിടെ ചെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു തമ്പിച്ചേട്ടാ ഇതുപോലെ സാധനം വരും, ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെന്ന് ചോദിച്ചു തമ്പിച്ചേട്ടനുണ്ടോ? തീർന്നു പോയി. പുള്ളി അഭിനയിച്ചു തീർന്നു പോയി, നാളെ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആരോ പറഞ്ഞതങ്ങ് പൊളിഞ്ഞു. നമ്മുടെ ഈ മിമിക്രി കലാജീവിതത്തിൽ എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്നതായിട്ടോ അവസരങ്ങൾ നിഷേധിക്കുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ ഷൈജറിന്? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. സിനിമയിലൊക്കെ പോകുമ്പോൾ? സിനിമയിലല്ല, നമ്മൾ മിമിക്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമ്മുടെ ഈ നെഞ്ചത്ത് കുത്തിയിട്ടുള്ള അനുഭവമുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് തന്നെ, ഇപ്പോൾ ആരാന്ന് പറയുന്നില്ല, നമ്മുടെ ഒരു ചാനലിൽ കൊണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞപ്പം നീ ഒരു ചെറിയ വേഷം ചെയ്തോളാൻ പറ്റും. ഞാൻ ചെന്നിരുന്ന് ഞാൻ ഇങ്ങനെ മേക്കപ്പ് തൂത്തുകൊണ്ടിരുന്നപ്പം ഈ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പുള്ളിക്ക് പറയാനും വയ്യ എന്നോടൊന്ന് പറയുക ചെയ്യുക അല്ലേ? ഞാൻ പറഞ്ഞാൽ മറ്റേ വേഷം
ഓക്കെ ഓക്കെ. പിന്നെയും പുള്ളി എന്നിട്ട് പറയും അടുത്ത സ്കിറ്റ് ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞു പുള്ളിക്ക് പിന്നെ പറയാതിരിക്കാൻ വയ്യ, എന്നോട് അതുപോലുള്ള ബന്ധമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു മേളിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ആ വേഷം ചെയ്യണ്ടെന്നാണ് പറഞ്ഞു, മേക്കപ്പ് മാറ്റിയിട്ട് മറ്റേ ആൾ. അപ്പം ഞാൻ പറഞ്ഞു എന്താ, അപ്പം നിങ്ങൾ ചെയ്യണ്ടെന്നാണ്, നിങ്ങൾ ചെയ്താൽ അത് ഏക്കത്തില്ല, വേറെ ആളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞപ്പം പറഞ്ഞു അല്ല അതങ്ങ് ചെയ്തു. അപ്പം നമ്മുടെ പിന്നെ ആ ചെയ്യണോ വേണ്ട എന്നുള്ള ഇതാണ്. പിന്നെ നമ്മളത് ചെയ്തു. പക്ഷേ മേളിൽ ഒരാളിരിക്കുന്നതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് ചെയ്തപ്പം ഈ ഡയറക്ടർ നമ്മളോടൊന്ന് പറഞ്ഞു ഒന്ന് നമ്മളോട് സഹകരിക്കുമെന്ന് ചോദിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഞാൻ പല സന്ദർഭങ്ങളിലൊക്കെ വളരെ ഒഴിവാക്കപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സംഘടനയുടെ ഒരു പ്രോഗ്രാം ഫ്ലവേഴ്സിൽ നടന്നപ്പോൾ ഒരു കലാകാരൻ ഭയങ്കര മുടിയൊക്കെ വളർത്തി, പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കണ എന്നെ ചേട്ടാ ഹലോ പരിചയപ്പെട്ടു, ഞാൻ ഹിൽ പാലസിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കരിമൂട് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ 3 ആർട്ടിസ്റ്റുകൾ ജുബയും ഇവിടെ റിബണും കെട്ടി മുണ്ടൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഒരു കൈകൊട്ടിക്കളിയുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഇവൻ ഉണ്ടായിരുന്നില്ല, ഇവൻ ഇടിച്ചപ്പോൾ കയറുക. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു മുടിയൊക്കെ വളർത്തി ഒരു ആർട്ടിസ്റ്റായാലും നടന്നില്ലേ. ഞാൻ പറഞ്ഞു പോവാ, പുള്ളിക്ക് പറഞ്ഞ വേഷമാണ്. അപ്പം ഞങ്ങൾ വേഷമില്ല, അത് സംഘടന തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞ് പുള്ളിനെ ഒഴിവാക്കി വിട്ടു. ഞാൻ പുറത്തന്വേഷിച്ചു, ഈ പുള്ളി വിഷമിച്ച് സങ്കടപ്പെട്ട് പോയി. ഈ ചെയ്യാൻ പറഞ്ഞ ആൾക്ക് ഒരു കൈകൊട്ടിക്കളിയുടെയാണ്. പോയിട്ട് ഇവർ ഫ്ലോറിലിരിക്കുക, അത് നമ്മുടെ 3 ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ കെട്ടിയിട്ടിരിക്കുക. ഇപ്പം തുടങ്ങുമെന്നും പറഞ്ഞിട്ട് രാവിലെ 10 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് രാത്രി 11:30 കൈകൊട്ടിക്കളി ആവണില്ല. അപ്പം ഞാൻ പറഞ്ഞ ശാപം. ഒരു കലാകാരൻ അത് ചെയ്യാൻ വന്നിട്ട് അവന് കുരുട്ടുബുദ്ധിയിലൂടെ പറഞ്ഞു വിട്ടിട്ട് ഇവർ കയറിയത് ചെയ്യാനിരുന്നിട്ട് അത് നടപടിയാവുള്ള എന്ത് ചെയ്താൽ ചിലത് അങ്ങനെ സംഭവിക്കും. അല്ല നമുക്ക് ആ ഒരു വിഷമം നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. അല്ല പറയാതിരുന്നാൽ മതി. നമുക്ക് ഭയങ്കര അല്ല ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടത് അവന് കൊടുക്കാതെ ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. അതാണ് സംഭവം വരുന്ന കുറച്ച് മുമ്പാണ് നമ്മളിത് ചായം തേച്ച് കഴിഞ്ഞിട്ടേ അത് തൂത്തുകളയാൻ പറയുന്നതാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷമമായിട്ട് വന്നത്. ഇല്ലെങ്കില്ലെന്ന് പറയണം. നമ്മൾ മുംബൈ പ്രോഗ്രാമിന് പോയപ്പോൾ അതുപോലെ പോലീസ് കിറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സെല്ലാം റെഡിയാക്കിയിട്ട് മേക്കപ്പും ചെയ്തിട്ട് നീറ്റിരുന്നു. അപ്പോൾ കൂടുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിറ്റ് കയറും, നന്നായിട്ട് കയറുന്നു. പുള്ളി പതിയെ പ്ലാനിൽ അത് ഒഴിവാക്കി. ഞങ്ങൾ അത്രയും വേഷം ഇട്ടിട്ടുണ്ട്, അരമണിക്കൂറായിട്ട് നിൽക്കുക. അത് നിന്ന് ഒഴിവാക്കി. അതൊരു അല്ല നമ്മുടെ ചില സംഭവിക്കാറുണ്ട് അങ്ങനെ. അവർ കയറിയ കയ്യടി വാങ്ങുമെന്നും നമ്മളെ അത് നമുക്കതൊരു ദോഷമായിട്ട് മാറുമെന്നൊക്കെ എന്തിനങ്ങനെയല്ലേ. ഞാൻ പറയുന്നത് ഒരു ട്രൂപ്പിന് ഒരു ആർട്ടിസ്റ്റ് കയ്യടി മേടിക്കുന്നത് അത് ആ ട്രൂപ്പിൻ്റെ മുതൽക്കൂട്ടായിട്ട് എടുക്കാൻ പാടുള്ളൂ അല്ലേ. അല്ലാണ്ട് എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കയ്യടി, എനിക്ക് മാത്രം കയ്യടി, എനിക്ക് മാത്രം ചിരി, അത് പാടില്ല. നമ്മൾ കൂട്ടായ്മയിൽ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നന്നാവണം. കൂട്ടായ്മ ചെയ്യുന്നതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പം ബമ്പർ ചിരി ചെയ്യുമ്പോൾ നമുക്ക് മാത്രം ബമ്പർ അടിക്കണം അങ്ങനെയൊന്നുമില്ല. കൊച്ചു പിള്ളേർ വരുന്നതായിട്ട് ഷായിച്ചേട്ടനാണെങ്കിൽ നമ്മളെ സഹായിക്കാവുന്ന. കാരണം ഈ പ്രോഗ്രാം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല സാധനം വന്നാൽ ഇത് ആർക്കും മേടിക്കാവുന്നൊരു സാധനം ഈ 50,000 ഫസ്റ്റിന് വേണ്ടി സെക്കൻഡില്ല ആർക്കും മേടിക്കാം. അപ്പം ഞങ്ങൾ ആര് വന്നാലും അവരോട് കൂടും, കൊച്ചു പിള്ളേരോട് കൂടും, പ്രായമുള്ളവരോട് കൂടും, എല്ലാം ആ ഒരു രീതിയിൽ സഹകരിച്ചാൽ ഇത് പ്രോഗ്രാം നന്നാവണം. പിന്നെ പ്രോഗ്രാം കൂടുതൽ നീണ്ടുപോയാൽ നമുക്ക് കൂടുതൽ പൈസ. തീർച്ചയായിട്ടും. ഷായിച്ചേട്ടൻ വളരെ ഷൈ ആണ്, അതായത് അങ്ങോട്ട് ടി വി കാണുന്ന ആളല്ല അല്ലേ. ഞാൻ വർത്താനം പറഞ്ഞു വർത്താനം പറയാതായ അല്ല പറഞ്ഞു പറയാതായ ചില കാര്യങ്ങൾ നമുക്ക് ആധികാരികതയുണ്ട്, അത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. പിന്നെ അതല്ല ഇന്ന പോലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഥകൾ എന്നെ പറ്റി പ്രചരിക്കും. അങ്ങനെ ഒരുപാട് കഥകൾ പ്രചരിച്ചിട്ട് മിണ്ടാതായ ഒരാളാണ് ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. അതെ, ഭയങ്കര ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സംസാരിക്കുമായിരുന്നു കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നതുകൊണ്ട്. പക്ഷെ അവന്മാരെ പിന്നെ അങ്ങനെ കുറേ ഒഴിവാക്കപ്പെട്ട ഒരാളാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവരൊരു ഗ്യാങ്ങും കൂടിയിട്ട് പിന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് ഭയങ്കര ദേഷ്യക്കാരനാണ്, മറ്റേ മറിച്ച് അതൊക്കെ പറഞ്ഞു. ഇല്ല ഞാനൊന്നും
അതാ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടണമെന്ന് ഞാൻ പറയുന്നത്. ഞാനൊന്നും തിരുത്താനൊന്നും പോകത്തില്ല. അവർ പറഞ്ഞോട്ടെ അല്ലേ? അങ്ങനെ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ള സീസറിനും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എനിക്കും. ആരോട് ഷാജേട്ടനോട്? നേരിട്ട്. കാരണം എങ്ങനെ നിങ്ങള് സിംഗർ? അതാണ് എനിക്കിഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു ഭയങ്കര കണക്കായിരുന്നു കേട്ടോ. അത് ഷാജേട്ടനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് പിന്നെ കോമഡി സ്റ്റാർ ഫൈനൽ നടക്കുമ്പോൾ ഷാജേട്ടൻ അവിടെ ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ ഒരു ടീമിൻ്റെ കൂടെ ഷാജേട്ടൻ പറഞ്ഞു. ഇപ്പം ഷാജേട്ടൻ മറ്റേ പോലീസ് വേഷമൊക്കെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ സത്യമാണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ്, എടുത്തടിച്ച് വർത്താനം പറയും, പിണങ്ങി അങ്ങനെയൊക്കെ ഭയങ്കര ടീമാണെന്ന്. അപ്പം ഷാജേട്ടൻ്റെ ഈ കണ്ണും പ്രശ്നമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വരും. അപ്പോൾ ഇതിനെ ഇങ്ങനെ പോയി എന്നെ ഒന്ന് നോക്കി, ഞാനും ഒന്ന് നോക്കി, രണ്ടുപേരും മിണ്ടിയില്ല. അങ്ങ് പോയി രണ്ടു അവിടെ കിടക്കുന്നുണ്ട്. അതെ അതെ. ഷാജേട്ടനെ സംബന്ധിച്ച് ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കല്ലെന്നൊരു സ്വഭാവം. ഇപ്പം ഇത് തന്നെ വാശിയും പേരാക്കി ഇപ്പം ഇതിനകത്ത് മത്സരമുണ്ട്. അപ്പം നമ്മളത് അതിപ്പോൾ ഞാൻ അങ്ങനെ പോലും മത്സരിക്കുന്ന ഇഷ്ടമില്ലാത്ത ആളാണ്. അങ്ങനെ വന്നപ്പോൾ ഫ്ലവേഴ്സിൽ പിന്നെ സൂപ്പർ നൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. എന്നെ കുറച്ച് പ്രാവശ്യം വിളിച്ചിട്ട് ഒരു ഷെഡ്യൂൾ ഞാൻ ചെല്ലുക. ചെന്നപ്പം നമ്മുടെ ടീം ഇട്ടിരിക്കുന്നത് ഷാജി മാവേലിക്കരുടെ ടീമിലാണ് എന്നെ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വണ്ടി കയറുക. അങ്ങനെ ആ പുള്ളിയോടൊന്നും ഞാൻ കളിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഉള്ളുകാരനൊക്കെ ഭയങ്കര ഗൗരവക്കാരനാണ്, ദേഷ്യക്കാരനാണ്, എനിക്ക് പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ ഒരു ഷെഡ്യൂൾ നിന്നിക്ക്, അടുത്ത ഷെഡ്യൂൾ തീർച്ചയായിട്ടും നിന്നെ മാറ്റിയിടാം. ഞാൻ പറഞ്ഞ ഒരു ഷെഡ്യൂൾ പറ്റത്തില്ല, ഒരു ഷെഡ്യൂൾ അങ്ങനെ പുള്ളിയോട് കളിക്കും. നമുക്ക് മാനസികമായിട്ട് ഇഷ്ടമില്ല, എനിക്കിഷ്ടമല്ല, ഞാൻ പോവാം, പ്ലീസ് ഒറ്റ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ റൂമിൽ ചെന്നപ്പോൾ രാജൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, വേറെ 2 ആർട്ടിസ്റ്റുകൾ ഇരിപ്പുണ്ട്. ഞാൻ നോക്കി അവാ ഇരുന്നു. പിന്നെ ഇവർ തമ്മിൽ പറയുന്നു, നേരത്തെ പരിചയമുണ്ട് ഇവർ. ഞാൻ പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞ് വേറെ റൂമുണ്ട്, അവിടെ പോയിരുന്നു. പിന്നെ ഷെഡ്യൂൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള ഭയങ്കര ആളെക്കുറിച്ച് മനസ്സിലായിട്ട് ഈ ഞങ്ങൾ ഇത്രയും പോകുന്നത് അന്ന് ഉള്ള അതിന് ശേഷം ഈ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ഷെഡ്യൂൾ വന്നു, നിൻ്റെ ടീം മാറിയിട്ടുണ്ട്. അവന് വേണ്ട, ഞാൻ പറഞ്ഞു ഇനിയും കളിക്ക് വന്നിട്ടുണ്ട്, ഷാജി മാവേലിക്ക് ടീമിലെ കളിക്കുന്നുണ്ട്. ഈ നമ്മൾ മാനസികമായിട്ടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം സമയത്ത് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ സജി സബാന ഷാജി എന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞെങ്കിലും എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഷാജിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞ ഈ കുറ്റപ്പെടുത്തലുകളൊന്നും അല്ലാന്ന് മനസ്സിലായോ? തീർച്ചയായിട്ടും ശുദ്ധനായൊരു മനുഷ്യനാണ്. അതായത് നമുക്ക് പേഴ്സണലായിട്ടൊരു വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അത് അറിഞ്ഞ് ചെയ്യും. ആരെയും വേദനിപ്പിക്കുന്നു പറഞ്ഞ് നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നില്ല, നേരിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു. ഞാൻ അത് മലയാളം തന്നെ നിർമ്മാണത്തിൽ സംഭവിച്ചൊരു ഭാഗപ്പഴിയാണ്. അതെ മലയാളം തന്നെ. അല്ല മനസ്സിലായില്ലേ, നമ്മൾ ആരെങ്കിലും അല്ല ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കൂട്ടുകാർ കൂടി ഒരാളെ പറ്റിക്കപ്പെടുവാണ് നമ്മളും കൂടെ നിൽക്കും. അതുപോലും ഒരാളെ മനസ്സ് വിഷമിക്കും, നമ്മൾ വേണ്ട ചെയ്യേണ്ടെന്ന് പറയും. ആ സാരമില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും. ഈ ശബ്ദാനുകരണം പോലുള്ള സ്കിറ്റുകളല്ലാതെ എന്തെങ്കിലും മിമിക്രി ഐറ്റംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ വിനോദ് ഭായി? നേരത്തെ ഒക്കെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നീട് അതിന് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്കിറ്റിലേക്ക് അങ്ങ് മാറി. പിന്നെ ശബ്ദാനുകരണത്തിലേക്ക് പോയിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് വേറെ രീതിയിലെടുത്ത് ഞാൻ പോകത്തേ ഉള്ളൂ. കാരണം അല്ലെന്ന് പറഞ്ഞൊരു ശബ്ദം ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും അങ്ങ് പോകത്തേ ഉള്ളൂ. ആ വലിയ വിട്ടുപോയി ആ ഡയലോഗ് പോലും. അന്ന് നരേന്ദ്രപ്രസാദിൻ്റെ വോയിസ് എടുക്കുമായിരുന്നു. മാധവനല്ലേ, നീണ്ട 14 വർഷങ്ങൾക്ക് മുമ്പ് നെറ്റി വിടർന്ന് ചോര ഒലിപ്പിച്ച് അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറിട്ടില്ലല്ലോ, എങ്കിൽ നിങ്ങൾക്ക് പോകാം, ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളൂ, ആയുഷ്മാൻ ഭവ. അങ്ങനെ പറഞ്ഞൊരു സാധനമായിരുന്നു. ഒരുപാട് വർഷം കൊള്ളൂല ഇതുകൊണ്ടാണ് നിർമ്മിച്ചത്. അതെ എനിക്കറിയാം. പാട്ടാണോ പ്രേംകുമാറിന്റെ ഫിഗർ ചെയ്യും, അത് അടിപൊളിയായിരിക്കും, എനിക്ക് കണ്ടറിയാം. പിന്നെ പാട്ടോ എന്താണ്? കഴക്കൂട്ടത്ത് വെച്ച് ഗാനമേളയ്ക്ക് പാടി പാട്ട് നിർത്തിച്ചതാണ്. ഗാനമേള നിർത്തി ഞാൻ തന്നെ മനസ്സിലാക്കി. പാട്ട് പാടാനുള്ള കഴിവ് അത്ര ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ നിർത്തി. ഇപ്പൊ സ്റ്റേജിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാറ്? സ്റ്റേജ് ഷോ സ്കിറ്റുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഓൺലി സ്കിറ്റ്. പിന്നെ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ ചിലപ്പം ഞാൻ ആവശ്യപ്പെട്ടു.
ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. എത്ര പറയും മതി. എല്ലാ മ്യൂസിക്കാരും അല്പസ്വല്പം വരയ്ക്കും, അല്പസ്വല്പം പാടും, അല്ല ശരിയല്ലേ? എല്ലാ മ്യൂസിക്കാരിലും ഈ ഒരു കഴിവ് ഉണ്ടോ? ഇത് മതി. സ്റ്റേജിൽ പോകുമ്പോൾ ഒരു സാമ്പിള്, നമ്മളൊരു മ്യൂസിക്കാർക്ക് ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെറിയൊരു പാട്ട്, ചെറിയൊരു മ്യൂസിക്കൊക്കെ ചോദിക്കും. അപ്പോൾ പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. എന്തായാലും വളരെയധികം സന്തോഷം. രണ്ടുപേരും സ്റ്റേജ് ഷോകളിലേറെ തിരക്കിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ തിളങ്ങി നിൽക്കുന്നു. അടുത്ത ദിവസം അമേരിക്കൻ ഷോയ്ക്ക് രണ്ടുപേരും പുറപ്പെടുന്നു. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു.